എല്ലാവർക്കും നമസ്കാരം. ഡിഫറൻഷ്യൽ ജോമെട്രി ചാപ്റ്റർ 14 രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പേര് എ ഗാലറി ഓഫ് പാരാമെട്രൈസ്ഡ് സർഫസസ് എന്നുള്ളതാണ്. കുറേയധികം പാരാമെട്രൈസ്ഡ് സർഫസുകളുടെ ജനസിസാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് എന്നതുകൊണ്ടാണ് അതിട്ടിരിക്കുന്നത്. അബ്സ്ട്രാക്റ്റായ കോർഡിനേറ്റ് ബ്ലൂ പ്രിൻറ്റുകളെ എങ്ങനെ യഥാർത്ഥത്തിൽ 3 ഡയമെൻഷണൽ രൂപങ്ങളാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം, മാറ്റാം എന്ന് ഈ ഗാലറിയുടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒന്നൊന്നായി അത് നോക്കാം. അതാണ് ഈ സ്ലൈഡിൽ ചെയ്യുന്നത്. നോക്കൂ, ഒരു പാരാമെട്രൈസ്ഡ് സർഫസ് എന്നത് വെറും ഒരു ഷേപ്പ് മാത്രമല്ല, അതൊരു സ്മൂത്ത് മാപ്പിംഗ് ആണ്. ഫൈ എന്നാണ് ആ മാപ്പിങ്ങിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ യു എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഡൊമൈനാണ്. ഇതിനെ കുറച്ച് കോംപ്ലക്സ് ആയ ഒരു വലിയ സ്പേസിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ മടക്കുന്നു, ഇതിന് ചുളിവുകൾ വരുത്തുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫൈ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഫൈ എന്നുള്ളതിൽ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഒരു സ്മൂത്ത് സർഫസിനെ 1-to-1 ആയിട്ട് ഒരു കർവ്ഡ് സർഫസിലേക്ക് മാപ്പ് ചെയ്യും. Rn+kയിലെ ഒരു സർഫസ് ഒരു കർവ്ഡ് സർഫസിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ എക്സിബിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഇതൊരു സ്ഫിയറാണ്, ഒരു 2 സ്ഫിയർ. ഇവിടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിനെ ഒരു 2 സ്ഫിയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമായിട്ടാണ് ഇതിനെ മാപ്പ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ആ മാപ്പിംഗ് പറയുന്നത്? ഫൈ ഓഫ് തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ സൈൻ ഫൈ, ആർ സൈൻ തീറ്റ സൈൻ ഫൈ, ആർ കോസ് ഫൈ എന്നാണ് മാപ്പ് ചെയ്യുന്നത്. സോ ഈ മാപ്പ് എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് എവിടേക്ക്? സ്ഫിയറിലേക്ക് ഇതിനെ മാപ്പ് ചെയ്ത് ഓരോരോ പോയിൻ്റായിട്ട് മാപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. നോക്കാം, ഈ മാപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻറ്റും ഒക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സുകളെല്ലാം കൃത്യം ഒരു പോയിൻറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ബൗണ്ടറി പോയിൻറ്റ്സൊക്കെ ഒരു പോയിൻറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. നോർത്ത് പോൾ, താഴത്തെ ബൗണ്ടറി ആണെങ്കിൽ സൗത്ത് പോളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇതൊരു സിംഗുലാരിറ്റി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാക്കി എല്ലാ പോയിൻറ്റിലേക്കും 1-to-1 കറസ്പോണ്ടൻസുമുണ്ട്. സോ മൾട്ടിപ്പിൾ ഇൻപുട്ട് പോയിൻറ്റ് മാപ്പ് ടു എ സിംഗിൾ കോർഡിനേറ്റ് സിസ്റ്റം. അവിടെ എന്താ പറയുന്നത്? ജക്കോബിയൻ എന്ന് പറയുന്നത് എന്താവും? സിംഗുലർ ആവും. അല്ലെങ്കിൽ ജക്കോബിയൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ലാതെയായി മാറും. അപ്പോൾ അത് തീർച്ചയായിട്ടും ജക്കോബിയൻ്റെ സൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാണ് ഫൈക്ക് ഇവിടെ ഈ മാതിരി ഒരു മാപ്പിൽ സംഭവിക്കുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കും. ഇവിടെ ഒരു സിലിണ്ടറാണ്. ഇവിടെ ഒരു കർവിനെ എന്താ ഫൈ എന്ന് പറയുന്ന കർവിനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസുള്ള ഒരു ആക്സിസിലൂടെ നമ്മളങ്ങ് ബെൻഡ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സിലിണ്ടറായിട്ട് ഇതിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ സിലിണ്ടർ ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ എ പാരാമെട്രൈസ്ഡ് കർവ് ഫൈ ആണ്. ദി മാപ്പിംഗ് ടേക്സ് ദ ഒറിജിനൽ കർവ് ആൻഡ് സിംപ്ലി ഡ്രാഗ്സ് ഇറ്റ് along an entirely new independent orthogonal axis. ഇവിടെ ഈ കർവിനെ സിലിണ്ടറായിട്ടാണ്. സോ നമ്മുടെ എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് സിലിണ്ടറാണ്. നോക്കൂ, നമ്മുടെ എക്സാമ്പിൾ 3 എന്ന് പറയുന്നത് ഇത് സർഫസ് ഓഫ് റെവല്യൂഷനാണ്. ഒരു സർഫസിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തിരിക്കുകയാണ്. ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ ഇവിടെ ഒരു കേർവ്ഡായിട്ടുള്ള ഒരു ആക്സിസ് ആണുള്ളത്. ആക്സിസ് തന്നെ കേർവ്ഡാണ്. അതിനെ ബേസ് ചെയ്ത് 360 ഡിഗ്രി അതിനെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഒരു പിങ്ക് ആകൃതിയിലാണ് റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത്രയും പോയിൻറ്റുകളെ അതെന്ത് ചെയ്യും? സ്വീപ്പ് ചെയ്യും എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു പരന്ന ഗ്രിഡിന് പകരം ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ആണ് ഈ എന്ത് നിർമ്മിക്കുന്നത്?
ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ നമ്മൾ നിർമ്മിക്കുന്നത്. അവിടെ പ്രൊഫൈൽ കർവ് എന്ന് പറയുന്നത് 5t xt yt ആണ്, yt പോസിറ്റീവ്. അപ്പോൾ റൊട്ടേഷൻ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കും? phi of t തീറ്റ എന്ന് പറയുന്നത് xt അവിടെ തന്നെ yt cos phi yt sin phi, അതായത് ആ ഒരു ആക്സിസിലൂടെ y ആക്സിസിലൂടെ എന്ത് ചെയ്യും? അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമ്പിൾ 3 സർഫസ് ഓഫ് റെവല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. സോ അതെ, റെവല്യൂഷൻ, ആ സർഫസ് ഓഫ് റെവല്യൂഷൻ എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഹൈപ്പർബോളയെ, സാധാരണ 2 ഡയമെൻഷണൽ ആക്സിസിലുള്ളൊരു ഹൈപ്പർബോളയെ നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ ഹൈപ്പർബോളോയിഡ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. സോ ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ ഉപയോഗിച്ച് നമുക്കൊരു ഹൈപ്പർബോളോയിഡ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 5t = sin ht cos ht, ഹൈപ്പർബോളിക് സൈൻ ആൻഡ് ഹൈപ്പർബോളിക് കോസ് എന്ന് പറയുന്ന കർവിനെ x1 ആക്സിസിന് എബൌട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഹൈപ്പർബോളോയിഡ് എന്ന് പറയുന്ന ഈ ഒരു രൂപം കിട്ടുന്നത്, ഹൈപ്പർബോളോയിഡ് കിട്ടും. ഇവിടെ തീറ്റ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ഈ മാപ്പിംഗ് എന്താ ഇൻഫിനിറ്റിയിലേക്ക് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും. നമ്മുടെ അടുത്തത് എക്സാമ്പിൾ 4 ആണ്, അത് ടോറസ് ആണ്. സോ ഇവിടെ ഗാലറിയിലെ നമ്മുടെ ഗാലറിയിലെ 4ാമത്തെ ഷേപ്പായിട്ടാണ് ടോറസിനെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡബിൾ പീരിയോഡിക് ആണ് എന്നുള്ളതാണ്. എന്താണ് ഡബിൾ പീരിയോഡിക്? ഈ മാപ്പിങ് തീറ്റയിലും ഫൈയിലും 2π എന്ന് പറയുന്ന പീരീഡ് ഇൻ്റർവെൽസിലാണുള്ളത്. അത് വീണ്ടും അങ്ങനെ ആ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഒരു ടോറസ് ആയിരിക്കും. ഇവിടെ θ φ എന്ന് പറഞ്ഞാൽ a + cos φ cos θ, a + cos φ sin θ, b sin φ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്ത് തരും? ഒരു ടോറസ് ആണ് തരും. ഇതായിരുന്നു നമ്മുടെ 4ാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ടോറസിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ടോപ്പോളജിക്കലായിട്ടുള്ള ഒരു അസംബ്ലി എങ്ങനെയാണത് ടോപ്പോളജിക്കലി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2π വെച്ചിട്ടൊരു പീരിയോഡിക് സ്വഭാവമുണ്ടെന്ന്. അതിനെ നമുക്ക് ജിയോമെട്രിക്കലി ഗ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂയിങ് എന്നാണ് പ്രോസസ്സിന്. ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു പരന്ന സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പരസ്പരം ഒട്ടിച്ചെടുത്തിട്ട് ആദ്യം അതിനെ സിലിണ്ടറാക്കുന്നു. പിന്നീട് ആ സിലിണ്ടറിൻ്റെ 2 അറ്റവും കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ടോറസ് അസംബിൾ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സാണ് മാത്തമാറ്റിക്കലി ചെയ്തിരിക്കുന്നത്. ഇവിടെ ദ പ്രോപ്പർട്ടി ഓഫ് ഡബിൾ പീരിയോഡിസിറ്റി ജോമെട്രിക്കലി ട്രാൻസ്ലേറ്റ് ടു ഗ്ലൂയിങ് ദ ഓപ്പോസിറ്റ് എഡ്ജസ് ഓഫ് എ 2D സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ടോറസ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ടോറസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 5ാമത്തെ എക്സാമ്പിൾ ഫേമസ് ആയിട്ടുള്ള മൊബിയസ് സ്ട്രിപ്പാണ്. എങ്ങനെയാണ് ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോമെട്രിക് ഷേപ്പാണ് ഈ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഒരു പേപ്പർ സ്ട്രിപ്പിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജ് 180 ഡിഗ്രി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം 2 അറ്റവും തമ്മിൽ ഒട്ടിക്കുമ്പോഴാണ് മൊബിയസ് സ്ട്രിപ്പ്. നമ്മൾ ക്ലാസ്സിൽ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലേ. ഇനി നോക്കൂ, കംപ്ലീറ്റ് 360 ഡിഗ്രി റൊട്ടേഷൻ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഇത് 180 ഡിഗ്രി നമ്മളുടെ പറയുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. എന്താണ് ഇത്? മാത്തമെറ്റിക്കലി സർഫസ് ജിയോമെട്രി വെച്ച് നോക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അതിശയമാണ്. സോ എന്താണ് ആ മാത്ത് എഞ്ചിൻ? എങ്ങനെയാണ്? 5t θ = 1 + t cos θ/2 cos θ, 1 + t cos θ/2 sin θ, t sin θ/2. So it dictates 180 degree twist over full 360 degree rotation. അതാണ് ടോറസിൽ സംഭവിക്കുന്നത്. ടോറസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ. ഓറിയൻറ്റേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത് നോക്കും, ഇവിടെ ഒരു ഈ ടോറസിലൂടെയുള്ള റൊട്ടേഷനാണ് ആ ഡാർക്ക് ലൈനായിട്ട് ടോറസിന് നടുക്കൂടെ കൊടുത്തേക്കുന്നത്. ആ പറയുന്ന n എന്ന് പറയുന്ന മുകളിലേറ്റിരിക്കുന്ന വെക്റ്റർ അത് ആ പർട്ടിക്കുലർ പാത്തിലൂടെ ഒരു തവണ സഞ്ചരിച്ച് കഴിയുമ്പോൾ അത് നേരെ താഴേക്കിരിക്കും. ഇതാണ് ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ ഇല്ല എന്ന് പറയുന്നത്. സോ ഈ മൊബിയസ് മാപ്പിൻ്റെ ഈ തിരിവ് കാരണം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഈ നോൺ ഓറിയൻറ്റബിലിറ്റി.
സോ നമ്മൾ നേരത്തെ പറഞ്ഞ സർഫസുകൾക്കൊക്കെ ഓറിയൻറ്റഡ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സോ ഈ സർഫസിലൂടെ ഒരു നോർമൽ വെക്ടർ തുടർച്ചയായി കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അത് തിരിച്ചെത്തുമ്പോൾ അതെന്തായിരിക്കും? വിപരീത ദിശയിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളേത് പുറത്തേത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് ഓറിയൻറ്റേഷൻ ഇല്ല എന്ന് പറയാനുള്ള കാര്യം അതാ. ഇൻ ആൻഡ് ഔട്ട് എന്ന് നമുക്ക് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എന്നൊരു സാധനം ഇല്ല, അത് വെൽ ഡിഫൈൻഡ് അല്ല. സോ അതെന്ത് ചെയ്യും? ഈ സർഫസിൻ്റെ ഗ്ലോബൽ ഓറിയൻറ്റേഷനെ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നോക്കൂ, ഇത്രയും പറഞ്ഞ ഈ ലെക്ചറിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെയാണ് ഒന്ന് സംഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു സ്ഫിയർ, സിലിണ്ടർ, സർഫസ് ഓഫ് റെവല്യൂഷൻ, ടോറസ്, മൊബിയസ് സ്ട്രിപ്പ് എന്നിവയാണല്ലോ കണ്ടത്. സോ ഇതിൻ്റെ ഓരോ പീരിയോഡിസിറ്റിയും ഓറിയൻറ്റേഷനുമൊക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ ഒരു 2 സ്ഫിയറിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ ഡൊമൈനാണ് പറഞ്ഞേക്കുന്നത്. 2 വേരിയബിൾസ്, ഫൈ 0ക്കും പൈനും ഇടയ്ക്കും, തീറ്റ 0ക്കും 2πനും ഇടയ്ക്കും വരിക്കുന്നു. പീരിയോഡിസിറ്റി തീറ്റയാണ്, ഓറിയൻറ്റേഷനുണ്ട്, എഡ്ജ് സിംഗുലാരിറ്റീസും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം. എഡ്ജ് സിംഗുലാരിറ്റി, ഫ്ലാറ്റ് സർഫസിനെ സ്ഫിയറിലേക്ക് വരുമ്പം 2 പോളുകളിൽ സിംഗുലാരിറ്റീസ് ഉണ്ട് അല്ലേ. ഇനി സിലിണ്ടറിന് അങ്ങനെ സിംഗുലാരിറ്റി ഒന്നുമില്ല. സോ അതിൻ്റെ ഡൊമൈൻ യൂക്രോസ് ആർ ആണ്. അത് ബേസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അതിനും ഓറിയൻറ്റബിൾ ആണ്. സർഫസ് ഓഫ് റെവല്യൂഷനും അതുപോലെ ഐക്രോസ് ആർ ആയിരുന്നു. പീരിയോഡിക്കാണ് ഫൈ, യെസ്, ആൻഡ് എഡ്ജ് സിംഗുലാരിറ്റീസ് ഇല്ല, ഓറിയൻറ്റബിൾ ആണ്. ടോറസ് R2ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. R2ലാണ് ഡബ്ലി പീരിയോഡിക്കാണ്. 2 തരം പീരിയോഡിസിറ്റി അതിനകത്തുണ്ട്. ഓറിയൻറ്റബിൾ ആണ്, ബട്ട് എഡ്ജ് സിംഗുലാരിറ്റീസ് ഇല്ല. മൊബിയസ് സ്ട്രിപ്പ് വളരെ വിശേഷപ്പെട്ടതാണ്. എഗെയിൻ ഐക്രോസ് ആറിലാണ്. സർഫസ് ഓഫ് റെവല്യൂഷൻ അതേ ഡൊമൈനാണ്. ദെൻ T=0 പീരിയോഡിക് T=0യിൽ 4π പീരീഡ്സ് ഉണ്ട്. ഓറിയൻറ്റബിൾ അല്ല. നമ്മുടെ കയ്യിലുള്ള ഓറിയൻറ്റബിൾ അല്ലാത്ത ഒരേ ഒരു എക്സാമ്പിളാണിത്. ഓറിയൻറ്റേഷൻ ഇല്ല. എഡ്ജ് സിംഗുലാരിറ്റീസും പക്ഷേ ഇല്ല. ഓറിയൻറ്റബിൾ അല്ല, എന്നാൽ എഡ്ജ് സിംഗുലാരിറ്റീസും ഇല്ല. സോ ഇത്രയുമാണ് ഈ ലെക്ചറിൽ പറയാനുള്ളത്. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ്.